പിച്ചൂസ് ഫുഡ് ആൻഡ് ക്രാഫ്റ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഇന്ന് ഞാനൊരു വെജിറ്റബിൾ പുലാവ് റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത്. കുറഞ്ഞ ചേരുവകൾ വെച്ച് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണിത്. ഇതിനായി ഞാൻ ചോറ് വെക്കുന്ന റൈസ് തന്നെയാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇനി ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഇതിലേക്ക് ഞാൻ ക്യാരറ്റ്, ബീൻസ്, സവോള, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി ചതച്ചത് ഇത്രയുമാണ് എടുത്തിട്ടുള്ളത്. ഇതിനായി റൈസ് എടുത്തിട്ടുള്ളത് സോന മസൂരി എന്ന് പറയുന്ന റൈസാണ് എടുത്തിട്ടുള്ളത്. ഞാനിവിടെ ചോറ് വെക്കാൻ ഉപയോഗിക്കുന്ന റൈസാണ്. ഇതിന് 2 ഗ്ലാസ് റൈസാണ് ഞാൻ എടുത്തിട്ടുള്ളത്. റൈസ് നല്ലപോലെ കഴുകി വൃത്തിയാക്കി വെള്ളം ഊറാനായി മാറ്റി വെക്കാം. കുക്കറിലേക്ക് 2 സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. നെയ്യ് ചൂടായി വരുമ്പോൾ അതിലേക്ക് കാഷ്യൂനട്ട് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാം. മുന്തിരി കൂടി ഇട്ട് ഫ്രൈ ചെയ്ത് മാറ്റി വെക്കാം. ഇതിലേക്ക് കറുവാപ്പട്ട, ഏലക്ക, ഗ്രാമ്പു ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സവോള, വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് ഇട്ട് കൊടുത്ത് ഇഞ്ചിയുടെയും പച്ചമുളകിൻ്റെയും ഒക്കെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് നന്നായി വഴറ്റി കൊടുക്കണം. സവോള നന്നായി വഴണ്ടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന വെജിറ്റബിൾസ് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ക്യാരറ്റും ബീൻസും മാത്രമാണ് എടുത്തിട്ടുള്ളത്. കൂടുതൽ വെജിറ്റബിൾസ് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് യോജിപ്പിച്ച് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു ബേ ലീഫ്, 1/2 സ്പൂൺ ഗരം മസാല കൂടി എടുക്കുന്നുണ്ട്. വേറെ കൂടുതൽ മസാലയൊന്നും ഞാൻ ഇതിൽ ചേർക്കുന്നില്ല. 1/2 സ്പൂൺ ഗരം മസാലയും ഒരു പച്ചമുളകും മാത്രമാണ് ഞാൻ എരിവിനായിട്ട് എടുത്തിട്ടുള്ളൂ. ഇനി ഇതിലേക്ക് കഴുകി വെച്ചിരിക്കുന്ന റൈസ് ചേർത്ത് കൊടുക്കാം. റൈസ് ഇട്ട് കൊടുത്തതിന് ശേഷം 2-3 മിനിറ്റ് ലോ ഫ്ലെയിമിൽ ഒന്ന് വഴറ്റി കൊടുക്കുന്നുണ്ട്. കുക്കറിൽ വേവിച്ചെടുക്കുമ്പോൾ പെട്ടെന്ന് വെന്തുടഞ്ഞ് പോകാതിരിക്കാനാണ് ഇങ്ങനെ ചെയ്തത്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. റൈസ് എടുത്ത് ആ ഗ്ലാസ്സിന് തന്നെയാണ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത്. 1 ഗ്ലാസ് റൈസിന് 2 ഗ്ലാസ് വെള്ളം എന്ന രീതിയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ചൂടുവെള്ളമാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. നാല് ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി കൂടുതൽ ഉപ്പ് വേണമെന്ന് നോക്കാം. ഉപ്പ് വേണമെങ്കിൽ ചേർത്ത് കൊടുത്ത് അടച്ചു വെച്ച് കുക്ക് ചെയ്യാം. മീഡിയം ഫ്ലെയിമിൽ 2 വിസിൽ വരുന്നത് വരെ കുക്ക് ചെയ്യാം. ഇതോടെ ഐസ് ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. കട്ട കട്ടാതെ ഉടഞ്ഞൊന്നും പോകാതെ റൈസ് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നേരത്തെ വറുത്ത് വെച്ചിരിക്കുന്ന കാഷ്യൂവും കിസ്മിസും കൂടെ ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് സ്പ്രിംഗ് ഒനിയനും കുറച്ച് മല്ലിയിലയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന വെജിറ്റബിൾസ് പുലാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, മറക്കാതെ കമൻറ്റ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.